പനിക്ക് നിങ്ങൾ എങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫീവർ ആസ് എ ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ എന്നാണ് മെഡിക്കൽ ടെക്സ്റ്റുകളിലുള്ളത്. ശരീരത്തിലേക്ക് കടന്നു കയറിയ ആക്രമണകാരിയായ ബാക്ടീരിയ, അമീബ, വൈറസ് അല്ലെങ്കിൽ ടോക്സിക് പ്രോട്ടീൻ, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ, അതിനെതിരെ ശരീരം ഈ വരുന്ന വ്യാഴാഴ്ച 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിന്റെ ഏകദിന സെമിനാർ നടക്കുകയാണ്. നിത്യയൗവനത്തിന്റെ പ്രകൃതി രഹസ്യങ്ങൾ, രോഗങ്ങളേയില്ലാത്ത ജീവിതം, സുന്ദരമായ ജീവിതം, അതിൻ്റെ പ്രകൃതി രീതികളാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ വരണം, സുഹൃത്തുക്കളെ ബന്ധുക്കളെ കൂട്ടി വരണം. ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ച് ഉച്ചഭക്ഷണം ബുക്ക് ചെയ്യണം. തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ഭക്ഷണശാലയുണ്ട്. വളരെ വിശിഷ്ടമായ വിഭവങ്ങളോടെയാണ് ഉച്ചയൂണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് ഊണൊരുക്കാനായിട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം. 9496044514 9496044527 ഈ 2 നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളോടൊപ്പം എത്ര പേരുണ്ടാകും, എത്ര പേർക്ക് ഭക്ഷണം വേണമെന്നുള്ളത് പറയണം. 100 രൂപ മാത്രമാണ് ലഞ്ചിന് ചാർജ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരവസരമാവട്ടെ. വരണം. ബാക്ടീരിയ, അമീബ, വൈറസ് അല്ലെങ്കിൽ ടോക്സിക് പ്രോട്ടീൻ, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ, അതിനെതിരെ ശരീരം ചൂട് കൂട്ടി കൊടുക്കുന്നതാണ് പനി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ. അതേപോലെ നമ്മളുടെ ടോക്സിക് ബ്രെയിൻ, ഗാർബേജ് ബ്രെയിൻ, പലരെ എടുത്ത് അങ്ങനെ തന്നെ ചവിട്ടുകൊട്ടയിലിടേണ്ട അവസ്ഥയാണ്. വന്ന ചിന്തകൾ മുഴുവനും ഒരു ദിവസം 7000 തുടങ്ങി 70,000 ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരിക. ആ ചിന്തകൾ എത്ര % നല്ല ചിന്തകൾ? ബഹുഭൂരിഭാഗം ചിന്തകളും നല്ലതാണെങ്കിലല്ലേ ഈ ആൾ നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. പുറത്താരും അറിയില്ല എന്നുള്ളത് കൊണ്ട് ചിന്തകളെയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു അഭിനയം നമ്മൾ നടത്തുകയാണ്. ഈ അഭിനയമാണ് നമ്മളുടെ ആന്തരിക സംഘർഷത്തിന്, ടെൻഷന് ഒക്കെ കാരണമായിട്ട് തീരുന്നത്. അവിടെയാണ് ദ ഫിസിക്കൽ ഇമ്പാക്റ്റ് ഓഫ് ലൈഫ്. നമ്മളൊരു നുണ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കരുതുന്ന പോലെയല്ല. ഗാന്ധിജി സത്യമേ പറയാവൂ, സത്യം പറയണം, സത്യമാണ് ഈശ്വരൻ എന്നെല്ലാം പറഞ്ഞ് നിരന്തരമായി ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യം എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് നടത്തിയിരുന്നത്. സ്വാതന്ത്ര്യ സമരമൊക്കെ ഗാന്ധിജിയുടെ ജീവിത പരീക്ഷണത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമായിരുന്നു. തൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വയംഭരണത്തിന്, ആത്മീയമായിട്ടുള്ള, മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള ഉന്നമനമായിട്ടുള്ള ഒരു ജീവിതത്തിന് മറ്റൊരാൾ നമ്മളെ ഭരിക്കുന്നത്, അടിമത്തം തടസ്സമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെതിരെ പൊരുതുന്നത്. ഗാന്ധിജിയുടെ ചിന്ത മുഴുവൻ യൂണിവേഴ്സലായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാന് കൊടുക്കാനുള്ള കാശ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ, സത്യമല്ലാതെ, ശരിയല്ലാതെ, ആ ശരിയെന്നുള്ളതിൽ മാത്രമാണ് ഗാന്ധിജിയുടെ ചിന്ത വരുന്നത്. ഗാന്ധിക്ക് ഇന്ത്യക്കാരും ഇല്ല, പാകിസ്ഥാൻകാരും ഇല്ല, ചൈനക്കാരും ഇല്ല, ലോകം, മനുഷ്യൻ മാത്രം എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിലും ഉപരിയായിട്ട് ജീവനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ മുഴുവൻ. ജീവൻ എന്നതിനെ മുന്നിൽ കണ്ട് തന്നെപ്പോൾ സർവപ്രാണിയും ഈശാവാസ്യമിതം സർവം അഹം ബ്രഹ്മാസ്മി, ആ ഒരു ഏറ്റവും മഹത്തായ ഒരു ശ്രേണിയിലേക്ക് എത്താനുള്ള നിരന്തരമായ സാധനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും പരീക്ഷണങ്ങളും എല്ലാം. മറ്റൊന്നാണ് സെൽ വോൾട്ടേജ്. നമ്മുടെ കോശങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ അറിയാം. ആ ഇലക്ട്രിസിറ്റിയാണ് വാസ്തവത്തിൽ നമ്മൾ പറയുന്ന ആത്മതലത്തിൽ, സൂക്ഷ്മതലത്തിൽ കണ്ണിൽ കാണാൻ വയ്യാത്ത ബീജകോശം, ഒറ്റ കോശത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ദിവ്യ തേജസ്. അതങ്ങ് പുറത്തേക്ക് പോയാൽ തീർന്നു ഒരു ശരീരത്തിൻ്റെ പ്രവൃത്തി. അപ്പം ഞാനെന്ന് പറയുന്നത് ഇവിടെ വീണ് ചീഞ്ഞ് ചീഞ്ഞ് മണ്ണോട് മണ്ണായി ചേരാൻ പോകുന്നതല്ല. ഇതിനെ നിയന്ത്രിക്കുന്ന, ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെയും നിയന്ത്രിക്കുന്ന ശക്തി വിശേഷമാണ് ഞാൻ. അപ്പോൾ ആ ആത്മീയ തലത്തിൽ എന്നെ കുറെ കൂടെ തിരിച്ചറിയാൻ, ആത്മാവെന്നൊക്കെ പറയുമ്പോൾ അല്പം കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പുച്ഛിക്കുകയും ആത്മാവെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മനസ്സ്, ശരീരം മാത്രമേ ഉള്ളൂ. ശാസ്ത്ര ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ ആ ശാസ്ത്രം തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, ബ്രെയിനിൻ്റെ പ്രവർത്തനം EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം, ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ആ ഇലക്ട്രിസിറ്റി നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ സെൽ വോൾട്ടേജ് -70 മില്ലി വോൾട്ടേജ് ആണെന്ന് കാണിച്ചു തരുന്നു.
ഒരു 10-100 ആളുകളെ നിർത്തി വയറുകൊണ്ട് ബന്ധിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബൾബ് കത്തിക്കാം. അപ്പം നമ്മുടെ ആരോഗ്യത്തിൽ ഈ ഇലക്ട്രിസിറ്റിയുടെ പങ്ക് എന്താണ്? നമ്മുടെ രോഗമാറ്റത്തിൽ ഈ ഇലക്ട്രിക് പവറിനെ ശരീരത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ലേ? അതിന് പകരം കുറച്ച് കെമിക്കൽ വിഴുങ്ങിയാൽ മതിയോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ നമ്മൾ കേരളത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ പറയുന്ന നിരവധി ഡോക്ടർമാർ, അതിൽ ഹോമിയോക്കാരുണ്ട്, ആയുർവേദക്കാരുണ്ട്, അക്യുപ്രഷറുകാരുണ്ട്, അലോപ്പതി ഡോക്ടർമാരും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഐഡിയാസ്, മരുന്നിൻ്റെ തകരാറുകൾ, ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ധാരാളമായിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് തുടക്കമിടാൻ നമുക്ക് വർമാജിയിലൂടെ നമ്മുടെ പ്രകൃതി ജീവന പരമ്പരകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ശരീരത്തിലെ ത്വക്കിലെ കോശങ്ങൾ ജീവിക്കുന്നത് 2 തുടങ്ങി 4 ആഴ്ചയാണ്. കരളിലെ കോശങ്ങൾ ജീവിക്കുന്നത് 200 തുടങ്ങി 400 ദിവസമാണ്. രക്തത്തിൽ 120 ദിവസമാണ്. ഒരു സെക്കൻഡിൽ ഈ ശരീരത്തിൽ മരിക്കുന്നത് 10 ലക്ഷം കോശങ്ങളാണ്. അപ്പം അങ്ങനെ നിരന്തരം ചത്തുമാറിക്കൊണ്ടിരിക്കുന്നു, പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ വേറെ വേണ്ട. പുതിയ കോശങ്ങൾ വരുന്നത് ഹെൽത്തിയായ നല്ല കോശങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ അത് തന്നെ ചികിത്സ, അതിലുണ്ട് ചികിത്സ. അതുകൊണ്ട് പ്രകൃതി സ്വഭാവമാണ് ചികിത്സ, ശരീരത്തിൻ്റെ സ്വഭാവമാണ് ചികിത്സ. പുറത്തു നിന്ന് ചികിത്സ കൊണ്ടുവരേണ്ട ആവശ്യമില്ല.